ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നറുനീണ്ടി സർബത്ത് ഉണ്ടാക്കിയാലോ. നറുനീണ്ടി സർബത്തെന്നും നന്നാറി സർബത്ത് എന്നൊക്കെ പറയും. ഇവിടെ ഒരു 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കിലോ പഞ്ചസാര ഇത്രയും ഞാൻ മാറ്റി വെച്ചു, അതായത് ഒരു പിടി പഞ്ചസാര മാറ്റി വെച്ചു. ഈ 1 കിലോ പഞ്ചസാരയിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് ചേർത്ത് കൊടുത്തു. മഞ്ഞയില്ല, വെള്ളം മാത്രം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിക്കുക. പഞ്ചസാരയും മുട്ടയുടെ വെള്ളയും കൂടി. ഇതിനകത്ത് മുട്ടയുടെ തോടോ എന്ത് വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാര്യം അതൊക്കെ ക്ലീൻ ആകുന്നുണ്ട്. പഞ്ചസാര ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ളം ചേർത്തേക്കുന്നത്. അപ്പോൾ എന്തഴുക്കുണ്ടെങ്കിലും അതിങ്ങ് പോന്നോളും. അപ്പോൾ നന്നായിട്ട് പഞ്ചസാരയും മുട്ടയുടെ വെള്ളയും കൂടി തിരുമി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ പഞ്ചസാര മാറ്റി വെച്ച പഞ്ചസാരയില്ലേ, ആ ഒരു പിടി അല്ലെങ്കിൽ 1-2 പിടി, ഇത് ഇത്രയും പഞ്ചസാര കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പിടിയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഇത് ഉരുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരമൽ ചെയ്ത് നമ്മളുടെ സർബത്തിൻ്റെ നിറം വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നറുനീണ്ടി കേട്ടോ. നന്നാറി, നറുനീണ്ടി എന്നൊക്കെ പറയും. അതിൻ്റെ ആ ചെടിയുടെ വേരാണിത്. ഈ നടുക്കുള്ള ഭാഗം കണ്ടോ, നടുക്കുള്ള ഭാഗം വേണ്ട, ബാക്കി ചുറ്റിനുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ കളയാൻ നിൽക്കുന്നില്ല, ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പഞ്ചസാര പാത്രത്തിലിട്ട് നന്നായിട്ട് ചൂടായി തന്നെത്താൻ ഉരുകി കാരമൽ ആയി വരണം. നമുക്ക് ആ സമയത്ത് നന്നായി കഴുകി വാരിയെടുക്കാം. നമുക്ക് ഏകദേശം നല്ലൊരു ഗോൾഡൻ നിറം കഴിയണം, ഇതുപോലെ കണ്ടോ. ഇനി നമുക്കതിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പൊട്ടിത്തെറിക്കരുത്, മേത്തോട്ട് തെറിക്കരുത്. ആ 1 ലിറ്റർ വെള്ളത്തിൽ കുറച്ചൊഴിച്ചു. 1 ലിറ്റർ വെള്ളം മൊത്തത്തിൽ ഒഴിച്ചിട്ടില്ല, അത് കുറച്ചൊഴിച്ചു. ബാക്കി കാര്യം ഈ പാത്രമൊക്കെ കഴുകിയെടുക്കാനായിട്ട് ആ വെള്ളം ഉപയോഗിക്കാം. ഈ പഞ്ചസാര എടുത്ത പാത്രമൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിലേക്ക് ഇടിക്കുമ്പം നമ്മൾ എടുത്ത് വെച്ചാൽ ആ 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് എടുത്താണ് ഇതൊക്കെ നമ്മൾ ചുറ്റിച്ച് എടുത്ത് ഒഴിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളം എന്നുള്ളത് 1.5 ലിറ്റർ വെള്ളം വരെ ആകാം. 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ച് കുറുക്കി 1 ലിറ്റർ ആക്കി നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇതിപ്പം പഞ്ചസാരയിൽ നിന്ന് അലിയിപ്പിച്ചെടുക്കുക. നമ്മളിപ്പോൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു, അല്ലെങ്കിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു. അത് ഒഴിച്ചാൽ ആ 1 കിലോ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേരും. ബാക്കി 6 ലിറ്റർ കൂടി ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഒരു കുപ്പി ഒഴിച്ചു, 1/2 ലിറ്റർ കൂടി എക്സ്ട്രാ ഒഴിച്ചു. 1.5 ലിറ്റർ വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കിലോ പഞ്ചസാരയും 1 കോഴിമുട്ടയുടെ വെള്ളയും നറുനീണ്ടിയും കൂടി ചേർത്തിട്ട് നറുനീണ്ടി ചതച്ചങ്ങ് ഇടുവാണേ, ആ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി വേണമെങ്കിൽ 1-2 ഏലക്ക കൂടി ചതച്ചിടാം കേട്ടോ. നറുനീണ്ടിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഏലക്ക ചതച്ചിട്ട് ഏലക്കയുടെ സർബത്ത് ഉണ്ടാക്കാം. അതല്ല, നറുനീൻ്റെ കൂട്ടത്തിലാണെങ്കിലും 2 ഏലക്ക ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ്. 2 ഏലക്ക ഒന്ന് കുത്തിച്ചതച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. 3 ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണം തെറ്റിച്ചെന്ന് പറയണ്ട. 3 ഏലക്ക കുത്തിച്ചതച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. ഇളക്കാൻ നിൽക്കണ്ട, ഇളക്കുമ്പോൾ ഇപ്പോൾ അതേ അങ്ങ് പോകും. അത് വെട്ടി തിളയ്ക്കുമ്പോഴേക്കുമാണ് അതിൻ്റെ ഭംഗി. അതായത് അതിനകത്തുള്ള അഴുക്കുകളെല്ലാം മുട്ടയുടെ വെള്ളയിലേക്ക് കയറി ജോയിൻ്റായിട്ട് അത് ഫുള്ള് തെളിഞ്ഞിങ്ങ് പോരും. നല്ല കണ്ണുനീര് പോലത്തെ സർബത്ത് നമുക്ക് കിട്ടും. വെട്ടിത്തിളയ്ക്കുമ്പോൾ ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറും. അപ്പോൾ അത് മുഴുവനും ഒരു സൈഡിലേക്ക് മാറും. തീ കുറച്ചു കണ്ടോ. അതിൻ്റെ ആ അഴുക്കുകളെല്ലാം അങ്ങനെ പൊന്തി വന്നിട്ട് തിളയ്ക്കാനുള്ള ഒരു സ്പേസ് കിട്ടി. തീ ഒന്ന് കുറച്ചിട്ട് കൊടുത്തപ്പോഴേക്കും തിളച്ചു, അഴുക്കെല്ലാം വന്നു. ഈ അഴുക്കെല്ലാം കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അത് നന്നായി കട്ടിയായ ശേഷം വെറുതെ ആദ്യമേ കോരി മാറ്റരുത്. നല്ല തിളച്ച് നമ്മൾ കോരുമ്പോൾ പൊട്ടിപ്പോവാത്തൊരു പരുവത്തിലേക്ക് വരും. ഇതിപ്പോൾ ആയിട്ടില്ല. കുറച്ചുകൂടി ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ കണ്ണാപ്പത്തവിയില്ലേ, ഊട്ടത്തവി, അതിലേക്ക് കോരുമ്പോഴേക്കും ഒട്ടും വിട്ടുപോവാതെ നമുക്ക് കിട്ടും. ആ അവസ്ഥയിലേക്കൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് ശുദ്ധീകരിക്കുക എന്ന് പറയും. നമ്മുടെ ഈ പഞ്ചസാര ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അത് നിറം വേണ്ടവർ കാരമലി എടുക്കുക, നിറം വേണ്ടാത്തവർ കാരമലി ചെയ്യേണ്ട. ഇപ്പോൾ നമ്മൾ ജ്യൂസ് ഷോപ്പിലേക്ക് കൊടുക്കുമ്പോഴേക്കും ഈ കാരമലിയുടെ ആവശ്യമില്ല. കാര്യം ഒരു ആപ്പിൾ ജ്യൂസൊക്കെ എടുക്കുമ്പോഴേക്കും ഈ നിറം വരുന്നത് കൊള്ളത്തില്ലല്ലോ. അപ്പോൾ സിറപ്പായിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഏലക്ക മാത്രം കുത്തിയിട്ടുണ്ട് എടുക്കുന്നത് നല്ല. നിറനിൻ്റെയും വേണ്ട.
ജസ്റ്റ് കണ്ടോ, കണ്ടോ കണ്ടോ, ഇളകി പോകാത്ത കട്ടയുടെ ഇടുന്നത് കണ്ടോ. ഈ പരുവത്തിൽ നമുക്കത് കണ്ടോ കോരി മാറ്റാം. നല്ല തിക്കായിട്ടുള്ള അതിനകത്ത് അഴുക്ക് മുഴുവൻ ഇങ്ങോട്ട് പൊങ്ങി പൊങ്ങി ഇങ്ങ് പോകുന്നു കണ്ടോ. ഇത് നമുക്ക് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് കോരി 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 ക്ലീനാക്കി എത്രത്തോളം നമ്മുടെ ലിക്വിഡ് ക്ലീൻ ആകുന്നു അത്രത്തോളം നമ്മുടെ സർബത്ത് തെളിഞ്ഞിരിക്കും. അത്രയേ ഉള്ളൂ നന്നാരി സർബത്തിൽ നിറഞ്ഞൊരു സർബത്ത് എന്ന് പറയുന്നാൽ. ഇതങ്ങോട്ട് കോരി മാറ്റുക, തണുപ്പിക്കുക, കുപ്പിയിലാക്കി വയ്ക്കുക. ആവശ്യമുള്ളപ്പം ഒരു ഗ്ലാസ്സിലേക്ക് ഒരു നാരങ്ങ മുറി പിഴിയുക. ഇതിനകത്ത് 2-3 ടേബിൾ സ്പൂൺ നന്നാരി സർബത്ത് ഒഴിക്കുക, ഐസ് ക്യൂബ് ഇടുക, വെള്ളം ഒഴിക്കുക, കലക്കുക, കൊടുക്കുക. അത്രയുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. നമ്മുടെ നന്നാരി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇനി തണുപ്പിച്ച് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. ബായ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഒന്നുകൂടി തിളച്ച് എത്രത്തോളം അഴുക്കുണ്ടോ അത്രത്തോളം അഴുക്ക് നമ്മൾ കോരി കളയും. ഇപ്പോൾ തിളപ്പിച്ചപ്പോഴേക്കും അഴുക്കില്ല കണ്ടോ. ഇനിയിപ്പോൾ അഴുക്കൊന്നുമില്ല. അതൊന്ന് കലങ്ങി തെളിഞ്ഞാൽ മാത്രം മതി. നമ്മൾ അഴുക്കെല്ലാം കോരി കളഞ്ഞിട്ട് കണ്ടോ തെളിഞ്ഞ കണ്ടോ. ഇപ്പോൾ അഴുക്കൊന്നുമില്ലല്ലോ. ആ ചുറ്റിനുള്ള അഴുക്ക് കോരി കളഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറായി. ഇനി തണുപ്പിച്ചിട്ട് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. ഓക്കെ, ബൈ, താങ്ക് യു.